കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ, ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഈ ഭാഗത്തിൽ നിന്ന് ഒരുപക്ഷേ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടാകാം. ഇതിൻ്റെ പശ്ചാത്തലമെല്ലാം നമുക്കറിയാം. മിസ്രൈമി അടിമത്തത്തിൽ കിടന്ന ജനത്തെ മോശ മുഖാന്തരം പുറപ്പെടുവിച്ച് മരുഭൂമിയിൽ നടത്തി വാഗ്ദത്ത ദേശത്ത് എത്തിക്കാൻ പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. സ്തോത്രം. അവിടെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയും. ആണ്ടുകൾ കഴിഞ്ഞാലും വാക്കു പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വ്യത്യാസമുണ്ടാകത്തില്ല. കാലങ്ങൾ, സമയങ്ങൾ, സ്ഥലങ്ങൾ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവം വാക്കു പറഞ്ഞിട്ടുണ്ടോ, ദൈവം വാക്കു മാറത്തില്ല. സ്തോത്രം. വാക്കു മാറ്റി പറയുന്നവനല്ല ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചോണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സാഹചര്യങ്ങൾ മാറും, നമ്മുടെ അവസ്ഥകൾ മാറും, നമ്മുടെ അനുഭവങ്ങൾ മാറും. മാറ്റത്തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പാഴായിപ്പോയ അനുഭവങ്ങളെ, ശൂന്യമായി പോയ അനുഭവങ്ങളെ, ആഴത്തിൽ പോയ അനുഭവങ്ങളെ പണിതെടുക്കുവാൻ ശക്തിയുള്ളതായിരുന്നു ദൈവത്തിൻ്റെ വചനമെങ്കിൽ ഇന്നും ആ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് പോലും ദൈവം മാറ്റം വരുത്തി. ഈ ഭൂമിക്ക് പോലും ദൈവം മാറ്റം വരുത്തി. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയുടെ ഒരു കൊച്ചു കോണിൽ, സ്തോത്രം, 5 സെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്ന എൻ്റെ നിങ്ങളുടെ വിഷയമാണോ ദൈവത്തിന് വിഷയം? ഹല്ലേലൂയ. സ്തോത്രം. ഇതുപോലെ പരന്നു കിടക്കുന്ന ഈ അഖിലാണ്ടത്തിൻ്റെ, സ്തോത്രം, സകല കേടുകളെയും മാറ്റി ഇന്നുവരെയും ദൈവത്തിൻ്റെ വചനത്താൽ വഹിക്കുന്നവൻ. സ്തോത്രം. നമ്മുടെ കൊച്ചു കുടുംബത്തെ, നമ്മുടെ, സ്തോത്രം, 2000 സ്ക്വയർ ഫീറ്റുള്ള, 1500 സ്ക്വയർ ഫീറ്റുള്ള, 1000 സ്ക്വയർ ഫീറ്റുള്ള, 800 സ്ക്വയർ ഫീറ്റുള്ള, 750 സ്ക്വയർ ഫീറ്റുള്ള ഒരു കൊച്ചു കുടുംബത്തിൻ്റെ അകത്തെ ഹല്ലേലൂയ തേങ്ങലുകളും വേദനകളും കണ്ട് ആ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ മനസ്സലിവുള്ള ഒരു ദൈവമുണ്ട്. സർവാശ്വാസങ്ങളുടെ ഒരു ദൈവമുണ്ട്. ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ.